ശ്രീ കെ അനിൽകുമാർ, നോക്കൂ, രണ്ട് കാര്യം. ഒന്ന്, ഹിൻഡൻബർഗ് ഇത്തരത്തിൽ സ്ഥാപിത താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം, അവർ ലക്ഷ്യം വെക്കുന്നത് അദാനിയോ സെബിയോ അല്ല, അതിലൂടെ ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തത്, ഏറ്റവും അവസാനമായി പ്രിന്റു പറയുന്നത് എങ്ങനെയാണ്, അവരുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതായതുകൊണ്ടാണ് സെബിയുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കടലാസ് കമ്പനികളിലെ ഷെയർ ഭർത്താവിന്റെ പേരിൽ മാത്രമാക്കുന്നത് എന്നുള്ളതാണ്. നിഷ്കളങ്കമായി തന്നെ നമുക്കത് കണ്ണുമടച്ച് വിശ്വസിക്കാമല്ലേ? ഹിൻഡൻബർഗ് സ്വയം വെളിപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കമ്പോളത്തിൽ ഞങ്ങൾ ഇടപെടുമ്പോൾ ഷോർട്ട് സെല്ലിങ്ങിലൂടെ ഞങ്ങൾ ലാഭമുണ്ടാക്കുന്നുണ്ട്, ഞങ്ങൾ ഒരു കച്ചവടത്തിൻ്റെ മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്ന് തന്നെയാണ് ഹിൻഡൻബർഗ് പറയുന്നത്. അദാനി ഒരു കച്ചവടക്കാരനായതുപോലെ ഹിൻഡൻബർഗും ഓഹരി മാർക്കറ്റിലെ കച്ചവടക്കാരനാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു നിയമം അനുസരിച്ചും ഹിൻഡൻബർഗ് ഒരു കുറ്റകൃത്യം ചെയ്തതായി നാളിതുവരെ ഇന്ത്യ സർക്കാർ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ പുറത്തു കൊണ്ടുവന്ന ഒരു വസ്തുതയും ഇന്ത്യ രാജ്യത്തിൻ്റെ ഏതെങ്കിലും നിയമം അനുസരിച്ച് കുറ്റകൃത്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. മാധബി ബൂച്ച് എന്ന് പറയുന്ന സെബിയുടെ ചെയർപേഴ്സൺ നാളിതുവരെ ഇപ്പോൾ പുറത്തു വന്ന വസ്തുതകളുമായി ബന്ധപ്പെട്ട് യാതൊരു മറുപടിയും നൽകിയിട്ടില്ല. ഇത് സെബിയെ ബാധിക്കുന്ന വിഷയമല്ല, സെബിയുടെ ചെയർപേഴ്സണായി പ്രവർത്തിക്കുന്ന വ്യക്തിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ആദ്യം പറയേണ്ടത് രാഷ്ട്രീയ മറുപടിയല്ല, വ്യക്തിപരമായ മറുപടിയാണ്. അതിൽ അവർക്ക് അദാനിയുടെ ഓഹരികളിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? സെബിയുടെ ചെയർപേഴ്സണ് അദാനിയുടെ ഓഹരികൾ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹിൻഡൻബർഗ് ആദ്യം റിപ്പോർട്ട് പുറത്തുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സെബി നടത്തുന്ന അന്വേഷണം നടത്തുന്ന സമിതിയുടെ ചുമതലക്കാരിയായ ആള് ആർക്കെതിരെയായിട്ടാണോ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടത് അവരിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്ന് കണ്ടാൽ ആ അന്വേഷണം നീതിപൂർവമാണോ? ഈ വസ്തുത പുറത്തു പറയാതെ സുപ്രീം കോടതിയെ മാധബി ബൂച്ചും സെബിയും കബളിപ്പിക്കുകയല്ലേ ചെയ്തത്? നാലാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, സുപ്രീം കോടതിയിൽ മാധബി ബൂച്ചും സെബിയും വ്യക്തമാക്കിയ ഒരു കാര്യം എന്താണെന്നറിയാമോ? വിദേശത്തുള്ള അല്ലെങ്കിൽ ഓഫ് ഷോർ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. അങ്ങനെ വിദേശത്തുള്ള ഓഫ് ഷോർ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്ന് അവർ പറയുമ്പോൾ അവർക്ക് സെബിയുടെ ചെയർപേഴ്സണ് ഈ അക്കൗണ്ട് വിവരങ്ങൾ അറിയാം. അവർ 2017 തന്നെ ഭർത്താവിൻ്റെ പേരിലേക്ക് മാറ്റം ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രസ്റ്റ് 2017 തന്നെ അറിയാവുന്ന വ്യക്തി സുപ്രീം കോടതിയുടെ മുന്നിൽ ആ വിശദാംശങ്ങൾ അറിയില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്, സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദിര എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇത് അടിയന്തരാവസ്ഥയുടെ മുദ്രാവാക്യമായിരുന്നു. നിങ്ങൾ അടിയന്തരാവസ്ഥയുടെ വാർഷികമൊക്കെ ആഘോഷിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് BJP-ക്കാരോട് പറയുന്നത് അദാനി എന്നാൽ ഇന്ത്യ, ഇന്ത്യ എന്നാൽ അദാനി എന്ന് നിങ്ങൾ വ്യാഖ്യാനം ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ ഓഹരി മാർക്കറ്റിൻ്റെ വിശുദ്ധിയെക്കുറിച്ചൊക്കെ ഇന്ത്യ സർക്കാരിൻ്റെ തലവനായിരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കുമുള്ള വല്ലാത്ത കൂറ് നമ്മൾ കണ്ടതല്ലേ? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 3ാം ഘട്ടത്തിൽ നിങ്ങൾ പരമാവധി ഓഹരി മാർക്കറ്റിൽ നിക്ഷേപിക്കണം എന്ന് ആഹ്വാനം ചെയ്യുകയും BJP 400-ലധികം ജയിക്കുമെന്ന് നിരവധി മാധ്യമങ്ങളെ കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ കൊണ്ടുവരികയും ഓഹരി വിപണി ഇങ്ങനെ ആകാശത്തോളം പൊക്കിയിട്ട് റിസൾട്ട് വന്നപ്പോൾ 45 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ആളുകൾക്ക് നഷ്ടപ്പെട്ടത്. ഇത് ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് അദാനിയുമായി ബന്ധപ്പെട്ട് സംശയം മുഴലിലാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഒന്ന്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ലാഭമുണ്ടാക്കുന്ന വ്യവസായി അദാനിയുടെ കമ്പനിയാണ്, ആർക്കും തർക്കമില്ല. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ടാക്സ് പെയർ അവരാണോ? അദാനിക്ക് വേണ്ടി മാത്രമായിട്ട് കൽക്കരിയുടെ മേഖലയിൽ നികുതി ഇളവ് ചെയ്തു കൊടുത്തിട്ടില്ലേ? വിദേശത്തെ കൽക്കരി ഇറക്കുമതി ചെയ്യുമ്പോൾ അത് സ്വീകരിക്കണമെന്ന് ഇവിടുത്തെ ഊർജ മേഖലയിൽ നിങ്ങൾ ഉത്തരവ് കൊടുത്തിട്ടില്ലേ? ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് അദാനിയുടെ ഓഹരികൾ വില വർദ്ധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന നിരവധി തീരുമാനങ്ങൾ നിങ്ങൾ എടുത്തില്ലേ? ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ്, ചെങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോഴാണ് അദാനിയുടെ കമ്പനികൾ വിദേശത്ത് സമാഹരിക്കുന്ന പണം ഷെൽ കമ്പനികളിലൂടെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന്
ഇവിടെ നികുതി തട്ടിക്കുന്നു, കള്ളപ്പണത്തിന്റെ ഇടപാടുകാരായവർ മാറുന്നു എന്ന വസ്തുത ഹിൻഡൻബർഗ് പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ അന്വേഷണത്തിൽ ഒത്തുകളിക്കുന്ന സെബിയുടെ തലവൻ അദാനിയുടെ അടുക്കളയിലെ വിരുന്നുകാരി എന്നല്ല, അദാനിയുടെ അടുക്കളയിലെ സ്ഥിരതാമസക്കാരിയാണ് അവരും ഭർത്താവും എന്ന കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വസ്തുത ഇന്ത്യ രാജ്യത്തിനെതിരായ വസ്തുതയല്ല, സെബിയുടെ ചെയർപേഴ്സണെതിരായ വസ്തുതയാണ്, അദാനിക്കെതിരായ വസ്തുതയാണ്. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് അപ്രകാരം ഒരു ഓഹരി ഇടപാട് ഇല്ല എന്ന് വ്യക്തമാക്കണം. അങ്ങനെ ഇല്ല എന്ന് വ്യക്തമാക്കാനാവില്ല, ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് പുറത്തു വന്നു കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്താണ്? ഇവർ കോടതിയിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനകത്ത് അവരുടെ അപ്രകാരമുള്ള ഷെയർ വിവരങ്ങൾ, ഓഫ്ഷോർ ഷെയർ വിവരങ്ങൾ ലഭ്യമല്ല എന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത് കളവല്ലേ എന്ന ചോദ്യം ഉയർന്നവരും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. സുപ്രീം കോടതിയെ കബളിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും JPC അന്വേഷണം ആവശ്യപ്പെടണം. മാധബി ബൂച്ച് ഉടൻ തന്നെ രാജിവെക്കണം. അവരെ ന്യായീകരിക്കുന്ന നാണം കെട്ട പരിപാടി BJP അവസാനിപ്പിക്കണം.